രാവിലത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന കടലക്കറിയാണ്. ആദ്യം കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറേ നന്നായിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ജ്യൂസാതി കയറുക. അടുത്തത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വഴറ്റണം. അടുത്തത് നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ കുറച്ച് സമയം വഴറ്റി കൊണ്ടിരിക്കുക. അടുത്തത് എനിക്ക് തക്കാളി ഇട്ടു. ഇപ്പോൾ മൊത്തത്തിൽ കളർഫുള്ളായില്ലേ, പച്ച, വെള്ള, ചുവപ്പ്, നല്ല കളർഫുള്ളായി. എന്തായാലും മസാലകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മസാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിയാണ്, നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അപ്പം ഇളക്കി നന്നായിട്ട് വേവിപ്പിക്കുക. മസാല പോരെങ്കിൽ ആവശ്യാനുസരണം അപ്പം ഞാൻ ഉപ്പും മസാലപ്പൊടികളും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിൽ കടലയും കൂടെ ആഡ് ചെയ്തു. നല്ല വേവിച്ച കടലയായിരുന്നു. ഓൾറെഡി 5-6 വിസിലൊക്കെ വന്ന് നന്നായിട്ട് വേവിച്ച കടലയാണ്. കടലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച്, അതായത് ഇതൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഈ കടലയിൽ പിടിച്ച് വരുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുകയാണ്. തേങ്ങ അവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പാലെടുത്തിട്ട് ഇതിൽ ഒഴിക്കുക മാത്രമേ വേണ്ടൂ. ഇത് കഴിഞ്ഞ് നമ്മുടെ കടലക്കറി റെഡിയാവും. അടിപൊളിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അപ്പം. ഒരെണ്ണം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് ഒരു തിളയും കൂടെ തിളച്ച് നമുക്ക് എന്തെങ്കിലും വാങ്ങി വയ്ക്കാം. എൻ്റെ അപ്പം കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാ അടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ടുള്ള അപ്പമാണ്, അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. എനിക്ക് ഇവിടെ മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അതായത് ടൈൽസ്, ഒരു ഭാഗത്ത് ടൈൽസ് ഉണ്ട്, ഒരു ഭാഗത്ത് ചുമര. അപ്പോൾ ഈ തിന്നെടുക്കുന്ന കടുക്ക് പൊട്ടലും ഉണ്ടാക്കുമ്പോൾ തെറിക്കുന്ന സാധനങ്ങളുമൊക്കെ ചുമരിൽ പറ്റി വെച്ചല്ലോ. പക്ഷേ ഇതൊക്കെ നേരെക്കിയിട്ട് വേണം എത്രയും പെട്ടെന്ന് കേൾക്കണം. സോ അങ്ങനത്തെയൊക്കെ തുടങ്ങുമ്പോൾ നമ്മളതും കൂടെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ അതിമനോഹരമല്ല, അതിരുചികരമായിട്ടുള്ള അപ്പവും കടലക്കറി റെഡി ആയിട്ടുണ്ട്. ആവി വറക്കുന്ന കടലക്കറിയും അപ്പം നിങ്ങൾക്ക് വേണം, ഞാൻ കഴിച്ചിരിക്കട്ടെ. ഓക്കെ, ബൈ.